അറ്റ്ലാന്റിക് ഓഷ്യന്റെ തീരത്ത് നിൽക്കുകയാണ്. തിരമാലകൾ ഉണ്ട്. അതിശക്തമായ തിരമാലകളല്ല. ഈ കടലിലേക്ക് ഇപ്പോൾ ഇറങ്ങിയാൽ നമ്മൾ താഴ്ന്നു പോകും. എന്നാൽ അങ്ങ് അകലെ 3 കപ്പലുകളുണ്ട്. ആ കപ്പലുകൾ കടലിൽ താഴുന്നില്ല. കാരണം അതിൻ്റെ പിന്നിൽ ഒരു പവറുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധിയുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു ടെക്നോളജിയുണ്ട്. അതെ, അതുകൊണ്ട് നമ്മളൊക്കെ താഴ്ന്നു പോകുന്ന ഈ കടലിൽ ആ കപ്പലുകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുകയാണ്. ധാരാളം സാധനങ്ങളുമായി അത് ഒരു കോണ്ടിനെന്റിൽ നിന്നും അടുത്ത കോണ്ടിനെന്റിലേക്ക് യാത്ര ചെയ്യുന്നു. എന്താണ് ഇത് താഴ്ന്നു പോകാത്തത്? അതിൻ്റെ പിന്നീട് ശക്തിയുണ്ട്. അത് ടെക്നോളജിയുടെ പവർ, മനുഷ്യൻ്റെ ബുദ്ധിയുടെ പവർ. അങ്ങനെയാണെങ്കിൽ ഈ കടലിൽ, ഈ ലോകസാഗരത്തിൽ നിങ്ങൾ താഴ്ന്നു പോകില്ല, നമ്മൾ താഴ്ന്നു പോകില്ല. പലരും ഈ കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നവർ, വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നവർ, വിഷം കഴിച്ചു മരിക്കുന്നവർ, തൂങ്ങി മരിക്കുന്നവർ. അങ്ങനെ മരിക്കുവാൻ വേണ്ടിയല്ല നമ്മളെ സൃഷ്ടിച്ചവൻ സൃഷ്ടിച്ചത്. ഈ കപ്പലിന് പിന്നിൽ ഒരു ശക്തിയുള്ളത് കൊണ്ട് അത് മുങ്ങിപ്പോകാത്തതുപോലെ നമ്മുടെ ഉള്ളിൽ, താങ്കളുടെ ഉള്ളിൽ ആ ശക്തി, ദൈവത്തിൻ്റെ ശക്തി, ഒരു കടലിനും മുക്കിക്കളയാൻ കഴിയാത്ത, ഒരു തിരമാലയ്ക്കും തകർത്ത് കളയാൻ കഴിയാത്ത, ഒരു പ്രതിസന്ധിക്കും ഇല്ലാതാക്കുവാൻ കഴിയാത്ത ആ ആത്മശക്തി, ആ ദൈവശക്തി, അത് പ്രാപിക്കണം. ഇങ്ങനെയാണ് പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു യേശു പറഞ്ഞു. യേശു പറഞ്ഞു, ഞാനാണ് ഡോർ, ഞാനാണ് വാതിൽ. യേശു പറഞ്ഞു. അതെ, യേശു പറഞ്ഞു, നല്ല ഇടയൻ ഞാനാണ്. ഇല്ല, മുങ്ങിപ്പോകില്ല. ശത്രുവിനെ കൊല്ലുവാൻ കഴിയില്ല. ആ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്ന ഇടയൻ, നിങ്ങൾക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി. തിരമാലയ്ക്ക് തകർത്ത് കളയാൻ കഴിയില്ല, കടലിനെ മുക്കിക്കളയാൻ കഴിയില്ല. അതിനൊക്കെ മീതെയുള്ള ഒരു ശക്തി അവിടേക്ക് കടന്നു വരാം. സ്നേഹനിധിയായ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം. നിങ്ങളെ കാത്തിരിക്കുക. ഈ തിരമാലകളുടെ മുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കും. നിങ്ങൾ അങ്ങേ കരയിൽ, സ്വർഗീയ തുറമുഖത്ത് നിങ്ങളെത്തും. അതാണ് താങ്കളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി. യൗവനക്കാര, നിങ്ങളെപ്പറ്റി, കുഞ്ഞെ, നിന്നെപ്പറ്റി, മാതാവേ, പിതാവേ, താങ്കളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഏതാണ്? ആ സ്വർഗീയ തുറമുഖത്തെത്തുന്നത് വരെ ഈ കപ്പൽ താഴ്ന്നോ, ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിൽ വിശ്വസിക്കും, ദൈവത്തിൽ വെല്ലണം. അറ്റ്ലാന്റിക് സമുദ്രം മനോഹരമാണ്. ഇതിനെ സൃഷ്ടിച്ച ആ ദൈവം, താങ്കളുടെ ദൈവം, നമ്മളുടെ ദൈവം, ഒന്നിനും നമ്മളെ മുക്കാൻ കഴിയില്ല. നമ്മൾ വിജയിക്കും. സ്വർഗീയ തുറമുഖത്ത് യേശുവിനോടൊപ്പം ഇതായിരിക്കും ദൈവം.